ഒറ്റപ്പാലം മണ്ഡലം UDF കൺവെൻഷനിൽ പരസ്പരം പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് VD സതീശനും PK ശശിയും. നിലപാടുകളുടെ രാജകുമാരനാണ് സതീശനെന്ന് ശശിയുടെ പാലക്കാട്ടെ പ്രസംഗം കേട്ട് അഭിമാനം തോന്നിയെന്ന് സതീശനും പറഞ്ഞു. 1000-ഓളം പ്ലക്കാർഡ് ഉയർത്തി PK ശശിക്കായി വോട്ട് അഭ്യർത്ഥിച്ചാണ് കൺവെൻഷൻ അവസാനിച്ചത്. സ്ഥാനാർത്ഥി വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി PK ശശി നമ്മുടെ സമ്മേളന നഗരിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ സമ്മേളന നഗരിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥി PK കടന്നു വരുന്ന പ്രിയമുള്ളവരെ, ആശീർവദിച്ചാലും അഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. ശ്രീകൃഷ്ണപുരത്താണ് ഒറ്റപ്പാലം മണ്ഡലം UDF കൺവെൻഷൻ നടന്നത്. ആവേശ മുദ്രാവാക്യങ്ങളോടെയാണ് ഇരു നേതാക്കളെയും വേദിയിലേക്ക് സ്വീകരിച്ചത്. ടീം UDFന്റെ അമരക്കാരനിത നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ PK ശശിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ ഈ കൺവെൻഷനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ പ്രവർത്തകരും ഇതിനകത്ത് കയറിയിരിക്കണം. പിണറായി വിജയന് ഭാഷാ പണ്ഡിതനുള്ള അവാർഡ് നൽകണം. പല നേതാക്കളെയും അദ്ദേഹം ആക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ എതിർത്തയാളാണ് PK ശശി. അതുകൊണ്ടാണ് PK ശശി ഇപ്പോൾ UDFന്റെ ഭാഗമാകാൻ കാരണമെന്ന് സതീശൻ പറഞ്ഞു. എന്തെല്ലാം വാക്കുകളാണ് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പിണറായി വിജയന് ഭാഷാ പണ്ഡിതനുള്ള ഒരു അവാർഡ് കൊടുക്കും. മലയാള ഭാഷയ്ക്ക് എത്ര വാക്കുകളാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ടജീവി. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ NK പ്രേമചന്ദ്രനെ വിളിച്ചത് പരനാറി. 52 വെട്ടുവെട്ടി കൊന്ന TP ചന്ദ്രശേഖരനെ വിളിച്ചത് കുലംകുത്തി. ഇപ്പോ 50 വർഷം കൂടെ നടന്ന ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കമ്മ്യൂണിസ്റ്റുകാരനായ G സുധാകരനെ വിളിച്ചത് ചെറ്റ. അപ്പൊ വേറൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ, ഈ ചെറ്റ എന്നുള്ളത് എത്ര ചാരുതയാർന്ന പ്രയോഗമാണ്. ഇതുപോലത്തെ വിധേയന്മാരാണ് ഇപ്പോ CPM-ൽ ഉള്ളത്. അവിടെ വിട്ടാണ് ഈ PK ശശി ഇവിടെ വന്നിരിക്കുന്നത്. അതിനെ വിമർശിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. ആ കൺവെൻഷനിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നി. എത്ര ആർജവത്തോടു കൂടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അപജയത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്, തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചത്, സ്പിരിറ്റ് മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ തുറന്നു കാട്ടിയത്, ഭരണത്തിന്റെ മറവിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്കെതിരായി രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടത്. 100-ലേറെ സീറ്റുകൾ നേടി നമ്മൾ വിജയിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ PK ശശി ഉണ്ടാകും. തെങ്ങിൻ തോപ്പാണ് അദ്ദേഹത്തിന്റെ ചിഹ്നം. പക്ഷേ കൈയാണ് ചിഹ്നമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണമെന്നും സതീശൻ പറഞ്ഞു. UDF അധികാരത്തിലേക്ക് വരുമ്പോൾ ഒറ്റപ്പാലത്ത് നമ്മൾ പിന്തുണയ്ക്കുന്ന ശ്രീ PK ശശി നിയമസഭയിൽ ഉണ്ടാകണം. അദ്ദേഹം തെങ്ങിൻ തോപ്പ് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. വരട്ടെ, അത് കൈ ചിഹ്നമാണെന്ന് വിചാരിച്ചോളാം എല്ലാവരും. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. അവസാന സമയത്തുണ്ടായ ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ കൈ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചേനെ. ലാസ്റ്റ് മിനിറ്റ് ആയിപ്പോയി. അത്രയും വിചാരിച്ചാൽ മതി. കൈ ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്ന് വിചാരിച്ചു. കേരള രാഷ്ട്രീയത്തിലെ നിലപാടുകളുടെ രാജകുമാരനാണ് സതീശനെന്ന് തുടർന്ന് സംസാരിച്ച PK ശശിയും പറഞ്ഞു. മുൻപ് നിയമസഭയിൽ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധയോടെ വീക്ഷിക്കുമെന്നും PK ശശി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ആദ്യത്തെ കാര്യം, സതീശ് ചേട്ടൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പോഴും എനിക്ക് ഏറെ മതിപ്പുണ്ടായ ഒരു നേതാവാണ്. എനിക്ക് ഏറെ വലിയ മതിപ്പുണ്ടായ ഒരു നേതാവാണ്. പലപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ മനുഷ്യന്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടാവും. എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനവും വായനയും എൻ്റെയും ഒരു ദൗർബല്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. നിയമസഭയിൽ അദ്ദേഹം ഓരോ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഭരണപക്ഷ ബെഞ്ചിലാണെങ്കിലും അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്താണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും സശ്രദ്ധം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു,
ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു, കേരള രാഷ്ട്രീയത്തിലെ നിലപാടുകളുടെ രാജകുമാരനാണ് ശ്രീ VD. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാര്യം. ഞാൻ ബഹുമാനിക്കാനുള്ള കാരണം അത് തന്നെയാണ്. പരിപാടിയിൽ മണ്ഡലത്തിലെ UDF നേതാക്കൾ പങ്കെടുത്തു. 1000-ഓളം പ്ലക്കാർഡുകൾ ഉയർത്തി PK ശശിക്കായി വോട്ടഭ്യർത്ഥിച്ചാണ് കൺവെൻഷൻ സമാപിച്ചത്. പ്രകാശനം ചെയ്യുകയാണ്. എല്ലാവരും നമ്മുടെ ഹൃദയത്തിലേക്ക് വാങ്ങുന്ന ചിഹ്നമാണിത്. UDF ഭരിച്ചിടും. PKS സിന്ദാബാദ്. CCN കടമ്പഴിപ്പുറം.